ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെന്നൈയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ശിവക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. നമ്മളങ്ങനെ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. പോകേണ്ട ബസ് ഇതുവരെ എത്തിയിട്ടില്ല. ബസ് കുറവാണ്. നമ്മൾ കുറേ സമയം ഇവിടെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ബസ് വരുന്നതും കാത്തു. ഇതുവരെ ബസ് വന്നിട്ടില്ല. നമുക്ക് പോകേണ്ട സ്ഥലത്തല്ലാതെ വേറെ എങ്ങോട്ടൊക്കെ ഉള്ള ബസ്സുകൾ പോകുന്നുണ്ട്. നമുക്ക് പോകേണ്ടടുത്തോട്ടുള്ള ബസ് ഇതുവരെ എത്തിയിട്ടില്ല. നമ്മളങ്ങനെ ബസ് എത്തി. ബസ്സിലേക്ക് കയറാൻ പോവാണ്. അപ്പൂപ്പനോട് ഇറങ്ങട്ടെ. നമ്മളങ്ങനെ ബസ്സിൽ കയറി. ബാക്കിൽ സ്വാതിയുണ്ട്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റോളം നമ്മൾ നിന്നിട്ടുണ്ട്. സ്വാതി അവിടെ ഉണ്ട്, അനുശ്രീ ഇവിടെ ഉണ്ട്. അർച്ചനയുടെ ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, മറക്കരുത്. അവളെല്ലാ വീഡിയോസിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോ ഒരു തെറിവിളി കേട്ടോ. കാരണം നമ്മള് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു. ടിക്കറ്റ് മേടിക്കാൻ മറന്നുപോയി. അപ്പൊ കണ്ടക്ടറിന്റെ കയ്യിൽ നിന്നും ബാക്കിലിരിക്കുന്ന ചേച്ചീന്റെ കയ്യിൽ നിന്നും തെറിവിളി കേട്ടു. അപ്പൊ അത് കേട്ടിട്ടാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നത്. ഇത് നെറ്റിൽ വേറെ ചന്ദനക്കുറി. നമ്മളിവിടെ അടുത്ത് വേറൊരു അമ്പലത്തിൽ കയറിയിട്ടാണ് ഇപ്പം ശരിക്കും പ്ലാൻ ചെയ്ത അമ്പലത്തിലോട്ട് പോകാൻ പ്ലാൻ ചെയ്ത അമ്പലത്തിലോട്ട് നമ്മൾ പോകുന്നത്. അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഇവിടെ ഡിപ്പോയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ബസ് ഇറങ്ങുവാണ്. ഇനി നമുക്കൊരു 3 മിനിറ്റോളം നടക്കാനുണ്ട് ഇവിടുന്ന് അമ്പലത്തിലേക്ക്. ഇവിടുത്തെ ശിവന്റെ ക്ഷേത്രമാണ്. ഇവിടുത്തെ ശിവന്റേതല്ല, ശിവക്ഷേത്രമാണ്. ഇവിടെ അടുത്തുള്ള ഒരു ശിവക്ഷേത്രം എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ബസ്സിന് വരാനായിട്ടൊരു 15 മിനിറ്റ് അല്ല 15 മിനിറ്റ് കേട്ടോ. 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. ഇതുങ്ങളുടെ എന്നും കഴുത്തെ കയറില്ല. ഈ പശുക്കളൊക്കെ എങ്ങനെ വീട്ടിൽ പോവും? അറ്റ് ലാസ്റ്റ് നമ്മളിങ്ങനെ അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഫോട്ടോ അമിച്ചു വിടണമോ? നമ്മളങ്ങനെ അമ്പലത്തിന്റെ അകത്തേക്ക് കയറാൻ പോവാണ്. നമ്മളങ്ങനെ ക്യൂവിൽ നിൽക്കുവാണ്. ക്യൂ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനൊപ്പം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്യൂ ഇങ്ങനെ പോയി അങ്ങേ അറ്റത്ത് ചെന്ന് തിരിച്ചു ഇങ്ങനെ പോകാം. നല്ല വലിയ ക്യൂവാ. അത് എത്തുമ്പോഴത്തേക്കും സമയമാവും. ഇത് അങ്ങ് കിടക്കുക. ഇവിടെ ഇപ്പൊ രാത്രി 7:45 സമയം. ഞങ്ങള് ക്യൂവിൽ പെട്ട് രണ്ട് കൂട്ടരും, ഞാൻ ഒറ്റയ്ക്കും അവളുമാർ 2 പേരും സെപ്പറേറ്റ് ആയിപ്പോയി. അപ്പോൾ അവളുമാർ ഇപ്പോൾ തൊഴാൻ പോയതേ ഞാൻ തൊഴുതിട്ട് ഇറങ്ങി ഇവിടെ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ക്യൂവിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ 2ആയിട്ട് സെപ്പറേറ്റ് ആയി. അതുകൊണ്ടിട്ടാണ് 2 ക്യൂവിലായിപ്പോയി. അപ്പോൾ അവളുമാർ ഇപ്പോൾ തൊഴാൻ പോയതേ ഞാൻ തൊഴുതിട്ട് വന്നിട്ടിരിക്കുക. ഇപ്പോൾ സമയം ഇവിടെ 8:45 അല്ല 7:45 ടൈം. എന്നെ വേർത്തത് കണ്ടോ. ഇവിടെ എപ്പോഴും ചൂടാ. രാവിലെ എന്നില്ല, രാത്രിയെന്നില്ല, ഉച്ചയ്ക്കെന്നില്ല, എപ്പോൾ വേണേലും. സൂര്യൻ ഉദിച്ചൊരു 12 മണിയിലത്തെ ഒരു വെയിലില്ലേ, അപ്പോൾ ഒരു ചൂടില്ലേ, അതുപോലെ തന്നെ. അങ്ങനെ 2 പേരും തൊഴുതിട്ട് ഇതാ വരുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി.
ഇനി ഞങ്ങൾക്ക് ഇവിടെ പുറത്ത്, ഇവിടെ ക്യാമറ അലൗഡാണ് കേട്ടോ, പുറത്ത്. അകത്താണ് അലൗഡ് അല്ലാത്ത. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നതിന്. ചെറിയൊന്നും പറയല്ലാരും. അങ്ങനെ നമ്മള് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. ഇനിയിപ്പോ നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിനു മുമ്പ് ഗ്രേസിൽ പോകണം അല്ലേ? ഇനിയിപ്പോ നമ്മള് ഗ്രേസിലൂടെ പോകും. അത് കഴിഞ്ഞിട്ട് ചായയും കുടിക്കും, റൂമിലും പോകും. ഇവിടെ ഇപ്പോൾ ഒരു സംഭവം നടന്നു. ഞാൻ ഊരിയിട്ടെടുത്ത് എന്റെ ചെരുപ്പ് കാണുന്നില്ല. ആരോ അടിച്ചുകൊണ്ട് പോയി. ഞാൻ ഇവിടെ എല്ലാം തപ്പി. ഞാൻ എന്നെ എടുക്കുമോ എന്തോ. തപ്പ് അവിടെ എന്തോ എടുക്കും. ഇല്ലക്കോ ശരിയില്ല. ആമാ എന്നോട് മറ്റേതാ. നീണ്ട 15 മിനിറ്റത്തെ പരിശ്രമം കൊണ്ടിട്ടും എന്റെ ചെരുപ്പ് കിട്ടിയില്ല. ഞാന് കണ്ടോ ചെരുപ്പില്ലാതാണ് നടക്കുന്നത്. എന്റെ ചെരുപ്പം പോയി, അവിടെ ഇട്ട വേറൊരു ചേട്ടന്റെ ചെരുപ്പം പോയി. പക്ഷെ ചെരുപ്പുകട വരെ പോട്ടെ, പുതിയ ചെരുപ്പ് മേടിക്കാം. ചെരുപ്പുകട വരെ പോകാന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ചാണകവാ. ഈ പശുക്കൊന്നും പറഞ്ഞുകൊടുക്കും. ഇതുപോലെ അമ്പലത്തിൽ പോയിട്ട് ചെരുപ്പ് മിസ്സായവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. സക്സസ്ഫുള്ളി നമ്മളൊരു ചെരുപ്പ് കട കണ്ടിരിക്കുകയാണ് നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷം. ഇവിടെ ആണെങ്കിൽ റോഡിലൂടെ നോക്കി നടക്കണം. കാരണം ഓരോ മുക്കിലും ചാണകമാണ്. പശുക്കളെ കയറൂരി വിട്ടേക്കുവാണ് ഇവിടെ. ഒരു ചെരുപ്പ് മേടിക്കാന്ന് വെച്ചിട്ട് ഇവിടേക്ക് കയറി. ഉള്ളത് പറയാലോ, എല്ലാം ഇവിടുത്തെ കാരണം. അങ്ങനെ ഞാൻ ചെരുപ്പ് വാങ്ങി സന്തോഷമായി. എനിക്ക് കുറച്ച് ചാണകം ചവിട്ടിക്കൊണ്ടാണ് ഞാൻ ആ കടയിലോട്ട് കയറിയത്. നോക്കി നടന്നിട്ട് ഞാൻ ചാണകത്തിൽ ചവിട്ടി. ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാം. பாருங்க 50 ரூபாய் 50 ரூபாய் 50 ரூபாய் 50 மட்டுமே. എല്ലാ പരിപാടിയും കഴിഞ്ഞു തിരിച്ച് ബസ്സിന് വരുവാണ്. നമ്മള് സ്കൂളിൽ നിന്ന് ട്രിപ്പൊക്കെ പോകത്തില്ലേ, അപ്പൊ പിള്ളേർ ആദ്യം ബസ്സിന്റെ പുറകെ വന്നിരിക്കാനാണ് നോക്കുന്നത്. നമ്മളതുപോലെ തന്നെ ഏറ്റവും ബാക്കിൽ വന്നിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ ഗ്രേസ് സൂപ്പർ മാർക്കറ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. ശരിക്കും നമ്മൾ ഗ്രേസിലേക്ക് വന്നത് തന്നെ നമ്മുടെ മൂന്നാളുടെയും ഹൈറ്റും വെയ്റ്റും BMI ഒക്കെ നോക്കാനായിട്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് എൻ്റെത് നോക്കി. എനിക്ക് ശരിക്കും എൻ്റെ ഐഡിയൽ വെയ്റ്റിനെക്കാട്ടിലും വെയ്റ്റ് കുറച്ച് കൂടുതലാണ്. അപ്പം എന്തായാലും ഇനിയിപ്പം നോക്കാം. അങ്ങനെ സമാധാനമായിരിക്കുകയാണ്. എനിക്കൊരു 9 കിലോ ഓവർ വെയ്റ്റ് ആണ്. നീ 6 കിലോ ഓവർ വെയ്റ്റ്. അവൾക്ക് 2 കിലോ ഗെയിൻ ചെയ്താൽ മാത്രം മതി. നമ്മൾ രണ്ടുപേരും, ഞാൻ 9 കിലോ നാളെ തൊട്ട് എക്സസൈസ് ചെയ്യണം. നീയോ? ഞാൻ എക്സസൈസ് ചെയ്യുന്നില്ല, ചോറ് കുറയ്ക്കാം. നമ്മള് തിരിച്ച് റൂമിലെത്തി. ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തി ഗായ്സ്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.